നമസ്കാരം. ഇന്നത്തെ വാർത്ത കണ്ടു കഴിഞ്ഞാൽ സിനിമ ഡയലോഗിൻ്റെ രീതിയിൽ ഇങ്ങനെയൊക്കെയാണ് പറയാൻ തോന്നുക. കെ രാഗേഷ് എന്ന വൻമരം വീണു, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇനി ആര്? കെ രാഗേഷ് വൻമരമൊന്നുമല്ല, മൂക്കാതെ പഴുത്ത മാങ്ങയായിരുന്നു എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കെ രാഗേഷ് എങ്ങനെ വീണു എന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം കണ്ണൂരിൽ CPM-നെ ശക്തിപ്പെടുത്താൻ കൊണ്ടുപോയതല്ല മാറ്റാൻ കാരണം. അതിന് കാരണം മറ്റ് ചിലതാണെന്നും നോർത്ത് ബ്ലോക്കിൽ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ടെന്നുമൊക്കെ ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനതൊന്നും വിശ്വസിച്ചിട്ടില്ല. എങ്കിലും ഈ സ്ഥാനമാറ്റം അത്ഭുതപ്പെടുത്താൻ അതിൻ്റെ കാരണം തൻ്റെ വിശ്വസ്തരെ അങ്ങനെയൊന്നും കൈവിടുന്നയാളല്ല നമ്മുടെ ബഹുമാന്യനായ കാരണഭൂതൻ ശ്രീ പിണറായി വിജയൻ എന്നതാണ്. കാരണം അദ്ദേഹം ഭക്തവത്സലനാണ് താൻ എന്ന് ഒന്നല്ല പലതവണ തെളിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ആളാണത്. തൻ്റെ വിശ്വസ്തനാണെങ്കിൽ ഏത് കള്ളക്കടത്തുകാരനെയും അഴിമതിക്കാരനെയും തോന്നിയാസിയെയും അദ്ദേഹം ഭരണസിരാ കേന്ദ്രത്തിൽ ഉറപ്പിച്ചു നിർത്തും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് നമ്മുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറും ADGP അജിത് കുമാറും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ KM എബ്രഹാം. കള്ളക്കടത്ത് കേസിൽ ജയിലിൽ കിടന്നിട്ട് പോലും എങ്ങനെയാണ് M ശിവശങ്കറെ പിണറായി വിജയൻ പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് താങ്ങി നിർത്തിയത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. രാജ്യത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജ്യദ്രോഹ കുറ്റത്തിന് പിടിയിലാകുന്നത്. പക്ഷേ പിണറായിക്കൊരു കൂസലുണ്ടായില്ല. അതേപോലെയാണ് MR അജിത് കുമാർ എന്ന പോലീസ് ഉദ്യോഗസ്ഥൻ. സ്വർണം പൊട്ടിക്കുന്നു, അനധികൃത ഫോൺ ചോർത്തുന്നു, ഇതെല്ലാം ചെയ്യുന്നു എന്ന് അന്നത്തെ ഭരണകക്ഷി MLA തന്നെ പറഞ്ഞിട്ടും അജിത് കുമാറിനെ പിണറായി സംരക്ഷിച്ചു നിർത്തി. ആ സംരക്ഷണം ഇപ്പോഴും തുടരുകയാണ്. സഹപ്രവർത്തകനെതിരായിട്ട് വ്യാജമൊഴി നൽകിയ അജിത് കുമാറിനെതിരെ കേസെടുക്കാമെന്ന് പിണറായി വിജയൻ്റെ തന്നെ കീഴിൽ ജോലി ചെയ്യുന്ന DGP, ആ DGP ശുപാർശ നൽകിയിരിക്കുന്നു. പക്ഷേ നമ്മുടെ മന്ത്രിക്ക് അറിഞ്ഞ മട്ടില്ല. വാസ്തവത്തിൽ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദുർബലനും ഭീരുവുമായിട്ടുള്ള ആഭ്യന്തരമന്ത്രി എന്ന പദവിയും സ്വന്തമാക്കുകയാണ് നമ്മുടെ കാരണഭൂതൻ. കാരണം അജിത് കുമാറിനെ തൊട്ടാൽ മകളുടെ ഇടപാടുകളെല്ലാം വെളിച്ചത്ത് വരും എന്ന് മുഖ്യമന്ത്രി ഭയക്കുന്നു. സംരക്ഷണ വലയത്തിലുള്ള അടുത്തയാളാണ് നമ്മുടെ പുരാതന ചീഫ് സെക്രട്ടറി KM എബ്രഹാം. പുരാതന എന്ന് പറയാൻ കാരണം ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം വിരമിച്ചിട്ട് കാലം കുറേയായി. പിന്നെയും നമ്മുടെ കരവനയാറ്റിൽ ധാരാളം വെള്ളം ഒഴുകിപ്പോയിട്ടുണ്ട്. പക്ഷേ എബ്രഹാം ഹജൂർ കച്ചേരിയുടെ പടി ഇറങ്ങിയിട്ടില്ല. ഏതാണ്ട് 6 ലക്ഷം രൂപ മാസം തോറും നമ്മുടെ കയ്യിൽ നിന്ന് പറ്റി അദ്ദേഹം മുഖ്യമന്ത്രിയെ സേവിക്കുകയാണ്. പാവപ്പെട്ട ആശമാർ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 2 മാസം ആവാൻ പോവുകയാണ്. പക്ഷെ അവർക്ക് 500 രൂപ കൂട്ടിക്കൊടുക്കാൻ അതിന് മോദി തരണം എന്ന് പറയുന്ന പിണറായി വിജയൻ എബ്രഹാമിന് 6 ലക്ഷം കൊടുത്ത് മാസാമാസം 6 ലക്ഷം കൊടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സേവനം ഉറപ്പുവരുത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ സേവനം ഇപ്പോൾ അവസാനിപ്പിക്കാൻ വേണ്ടി CBI വരുന്നു. അനധികൃത സ്വത്ത് സമ്പാദനമാണ് കേസ്. പിണറായി വിജയൻ കൂട്ടിൽ ബെൽറ്റിട്ട് പൂട്ടിവെച്ച തത്തയാണ് വിജിലൻസ്. ആ വിജിലൻസിൻ്റെ ഒരു എബ്രഹാമിനെ വെളുപ്പിച്ചെടുക്കുകയായിരുന്നു വിജിലൻസ്. ആ വെളുപ്പിക്കൽ ഹൈക്കോടതി എടുത്ത് തോട്ടിലെറിഞ്ഞു. പക്ഷേ ഹൈക്കോടതിയല്ല, CBI അല്ല, ആര് പറഞ്ഞാലും താൻ സ്ഥാനമൊഴിയില്ല എന്നാണ് പുരാതന ചീഫ് സെക്രട്ടറി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കാരണം അദ്ദേഹത്തിൻ്റെ നേതാവ് മുഖ്യമന്ത്രി എന്തൊക്കെ വന്നു കഴിഞ്ഞാലും സ്ഥാനമൊഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും എബ്രഹാം സ്ഥാനമൊഴിയേണ്ടതില്ല. കാരണം സംശയത്തിൻ്റെ അതീതനായിരിക്കാൻ എബ്രഹാം സീസറിൻ്റെ ഭാര്യയല്ലല്ലോ എന്നാണ് പിണറായി വിജയൻ പറയുന്നത്. ഇങ്ങനെ ശിവശങ്കർ മുതൽ എബ്രഹാം വരെയുള്ള ഉദ്യോഗസ്ഥ ഭക്തരെ എല്ലാവരെയും സംരക്ഷിക്കുന്ന പിണറായി വിജയൻ കേവലം തളിർത്തു തുടങ്ങിയ കെ രാഗേഷിനെ രായ്ക്കരാമാനം കണ്ണൂർക്ക് കടത്തുന്നത് എന്താവും സുഹൃത്തുക്കളെ? ചിലരെങ്കിലും അടക്കം പറയുന്നത് പോലെ നോർത്ത് ബ്ലോക്കിൻ്റെ അകത്തളങ്ങളിൽ അരുതാത്തതെന്തെങ്കിലും നടന്നതാവുമോ അതിൻ്റെ കാരണം? ഇനി ഭരണം അവസാനിക്കാൻ 1 വർഷം മാത്രമാണ് അവശേഷിക്കുന്നത്.
അങ്ങനെ അവശേഷിച്ചിരിക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇനി തെറിക്കുന്ന വിക്കറ്റ് ഏതാണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അതുവരെ വീണ്ടും നമസ്കാരം.